തമ്മിൽ സ്വതന്ത്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. ഒമാൻ സുൽത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് സുപ്രധാന പ്രഖ്യാപനം. ഇതോടെ വിവിധ മേഖലകളിലെ കയറ്റുമതിക്ക് ഇന്ത്യക്ക് വലിയ അവസരങ്ങൾ തുറക്കും. 2 പതിറ്റാണ്ടിന് ശേഷം ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണിത്. ഒമാൻ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ മലയാളത്തിൽ അഭിസംബോധന ചെയ്യുന്നതും കണ്ടു. ഒമാനിൽ കാണാനാകുന്നത് മിനി ഇന്ത്യ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. यहाँ बहुत सारे मलयाली भी है। सुखमाणो और सिर्फ मलयालम नहीं, यहाँ तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले बहुत सारे लोग हैं. എസ് രഞ്ജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, സ്വതന്ത്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കും? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസം നീണ്ട ഔദ്യോഗിക സന്ദർശനത്തിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖൈതം ബിൻ താരിഖിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി കൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമാണ് ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം വലിയ തോതിൽ വർദ്ധിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഈ കരാറിൽ ഉള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള 98% ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിയില്ലാതെ കയറ്റുമതി സാധ്യമാകും എന്നതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2 വർഷത്തിനിടെ ഒമാനിലേക്കുള്ള ഇന്ത്യൻ നിക്ഷേപം 3 ഇരട്ടി വർദ്ധിച്ചു എന്നാണ് കണക്ക്. തുണിത്തരങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫർണിച്ചറുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നീ ഉൽപാദന മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കുന്നതാണ് ഈ കരാർ. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കരാറിലാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. ശരി, എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.